കേരളത്തിന്റെയും ഭാരതത്തിന്റെയും സാമൂഹിക സാമ്പത്തിക നട്ടെല്ലായി ക്ഷീരമേഖല വികസിക്കുന്നു എന്നുള്ളത് നമ്മളെ ഏവരെയും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ തുടക്കം കുറിച്ച ലോക ക്ഷീരദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നുള്ളതാണ്. വനിതാ കർഷകർ, ക്ഷീര കർഷകർ, അവരുടെ അർപ്പണബോധവും അവരുടെ പ്രയത്നവും നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും കൂടിയാണ്. ഇന്നലകളിൽ കേരളത്തിന്റെ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്ന മിക്കവാറും എല്ലാ വീടുകളിലും 2 പശുക്കളും ആടുകളും അടക്കം വളർത്തുമൃഗങ്ങളും അവർക്ക് പകർന്നു കൊടുത്തതും അവർ പകർന്നു തരുന്നതുമായ സ്നേഹവും വാത്സല്യവും ചേർത്ത് വെച്ചാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വളർന്നു വന്നുകൊണ്ടത്. കാലഘട്ടങ്ങൾ മാറി നമ്മുടെ കുടുംബങ്ങൾ ചെറുതായി നഗരങ്ങളിലേക്ക് നമ്മൾ കൂടുതലായി പറിച്ചു മാറ്റപ്പെടപ്പോ സ്ഥലപരിമിതികളും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് അത്തരം കാർഷിക രീതികൾ ഉൾപ്പെടെ മാറി എങ്കിൽ പോലും ഈ ക്ഷീര വികസന വകുപ്പ് നടത്തുന്ന ക്രിയാത്മക ഇടപെടലുകളുടെ മിൽമ അടക്കമുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ എല്ലാം ചേർന്നുകൊണ്ട് ഈ മേഖലയെ പരിപോഷിക്കുവാനുള്ള പ്രയത്നങ്ങൾ നടത്തുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 8 ലക്ഷത്തോളം കർഷകർ പണിയെടുക്കുന്ന ഒരു മേഖല. പാൽ ഉൽപാദനത്തിൽ സംസ്ഥാനം ഇവിടെ പറഞ്ഞതുപോലെ കുറവുണ്ട്. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് ഈ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമായി ഈ ക്ഷീരദിനത്തിൽ ഉറക്കെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി വകുപ്പ് നടത്തുക തന്നെ ചെയ്യും. ക്ഷീരമേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ട്. ഉൽപാദന ചെലവിലുള്ള ക്രമാതീതമായ വർധനവ് കർഷകരെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. തീറ്റ വസ്തുക്കളുടെ ലഭ്യതക്കുറവും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള രോഗപീഠകൾ, അങ്ങനെ പാൽവിലയിൽ മതിയായ വരുമാനം ലഭിക്കാത്തതുൾപ്പെടെയുള്ള യുവാക്കളുടെ താല്പര്യക്കുറവ് ഈ മേഖലയിലേക്ക് വരുന്നത് അടക്കമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ നമ്മൾ എല്ലാവരും എത്രയും കൂടുതൽ സമയവും അതോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ തീരുമാനം. കുറഞ്ഞ നിരക്കിൽ തീറ്റ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കും. ന്യായമായ പാൽവില കർഷകർക്ക് ഉറപ്പാക്കണം. പക്ഷേ പാൽവില നിരന്തരമായി കൂട്ടിക്കൊണ്ടിരുന്നാൽ ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനതയ്ക്ക്, പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും താഴ്ന്ന ഇടത്തരക്കാർക്കും ഒക്കെ അത് പ്രയാസമായി മാറും. അതുകൊണ്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വഴികൾ കൂടി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. യന്ത്രവൽക്കരണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തൊഴിലാളി ക്ഷാമവും അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം മിൽമയുടെ നേതൃത്വത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും ശാക്തീകരിക്കാനുള്ള കർമ്മ പരിപാടികൾ അന്നതടക്കം നൂതനമായ കർമ്മ പരിപാടികൾ ഈ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, സ്വയം പര്യാപ്തതയിലേക്ക്, പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന ബോധ്യത്തോടു കൂടി തന്നെ നമുക്ക് നടപ്പാക്കി മുന്നോട്ട് പോകാം. ഈ ക്ഷീരദിനത്തിൽ നാം പ്രതിജ്ഞാബദ്ധരായി നമ്മുടെ സംസ്ഥാനത്തെ ഈ മേഖലയിലെ സാധാരണക്കാരായ കർഷകര്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കർഷകര്, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും വകുപ്പിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ സംസ്ഥാനത്തെ ക്ഷീരവികസന വകുപ്പിന് ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു നിർത്തുന്നു. നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി ലോക ക്ഷീരദിനത്തിൽ ക്ഷീരദിന ആശംസകൾ നേരുകയാണ്. ഞാൻ നിയമസഭയിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത് ക്ഷീര കർഷകരുടെ വക്താവായിട്ടാണ്. കഴിഞ്ഞ 25 വർഷം ഞാൻ അഭിമാനത്തോടെ പറയും, ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള MLA ഞാനാണ്. അത് എൻ്റെ രണ്ടാമതൊരാളാണ്. ബില്ല് വരുമ്പോഴും എല്ലാ കാര്യത്തിലും സംസാരിക്കും. കാരണം അതിനൊരു പശ്ചാത്തലമുണ്ട്. ഞങ്ങളുടെ എല്ലാം ഗ്രാമത്തിൽ പശുക്കളെ വളർത്തിയിരുന്ന
ധാരാളം സ്ത്രീകളെയും ക്ഷീര കർഷകരെയും എനിക്ക് നേരിട്ടറിയാൻ പറ്റും. എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ വീട്ടിൽ പശുക്കളെ വളർത്തിയിരുന്നു. പശുവിനെ വളർത്തുന്നതിൻ്റെ ഒരു പ്രയാസവും അതിൻ്റെ വിഷമവും അതിൻ്റെ ദുഃഖവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. വീട്ടിലെ ക്ഷീരവകുപ്പിന്റെ മന്ത്രി അമ്മ തന്നെയായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. കറക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വരുന്നത്. അമ്മയെ സഹായിക്കാൻ ആൺകുട്ടികൾ മാത്രമുള്ളത് കൊണ്ട് ഞാൻ തൊഴുത്ത് കഴുകിയിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്. വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോൽ എടുത്തിട്ട് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിലൊരു രഹസ്യം കൂടിയുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് പാല് വിൽക്കുമായിരുന്നു. പാല് വാങ്ങിക്കാൻ വേണ്ടവർക്ക് പാൽ അളന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു രഹസ്യം കൂടിയുണ്ട്. ഇത് അമ്മയുടെ സ്വകാര്യ സമ്പാദ്യമായിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം അതിൽ നിന്ന് സ്വാധീനിച്ച് ഇടയ്ക്കിടയ്ക്ക് പൈസ മേടിക്കുകയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ പോലും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് വൈക്കോലും പുല്ലും മതി. കാലിത്തീറ്റയൊക്കെ പശുവിന് കിട്ടുന്നത് നമ്മൾ ഓണത്തിനും വിഷുവിനും പായസം വെക്കണമല്ല. പല കാലത്തുമാണ് പശുവിന് കിട്ടുന്നത്. നല്ല പുല്ലും നല്ല വൈക്കോലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? പുല്ലുമില്ല, വൈക്കോലും ഇല്ല, അല്ലേ? വളരെ കുറവ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർ പുല്ല് വെട്ടണമെന്ന് എനിക്ക് ദേഷ്യം വരും. കാരണം പുല്ല് പശുവിനുള്ളതാണെന്നാണ് നമ്മുടെ ധാരണ, ചെറുപ്പത്തിലെ മുതലുള്ള ധാരണ. ഇന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കാർഷിക മേഖല തകർന്നപ്പോൾ ഇപ്പോ വന്യജീവി ആക്രമണം കൊണ്ട് ഭൂമിക്കടിയിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. മൈഗ്രേറ്റ് ചെയ്ത കർഷകരെല്ലാം ചെയ്തിരുന്നത് കപ്പ, ചേന, ചേമ്പ് ഒക്കെ ആയിരുന്നു. പന്നി വന്നിട്ട് ഭൂമിക്കടിയിൽ ഒരു കൃഷി നടക്കുന്നില്ല. വാഴ ഒന്ന് ആന നശിപ്പിക്കുകയാണ്. നാളികേര മഞ്ഞങ്ങ പരുവത്തിൽ കുരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ്. ആന വന്ന് എല്ലാം ചവിട്ടി നശിപ്പിക്കുകയാണ്. ഇപ്പോ കർഷകർ സത്യത്തിൽ മലയോരത്തെ കർഷകരിൽ പലരും ജീവിക്കുന്നത് പശുവിനെ കറന്ന് ആ പാല് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. വലിയ ആശ്രയമായിട്ട് ആളുകളുടെ മാറുകയാണ്. കാലിത്തീറ്റയുടെ വില പണ്ട് ഞാൻ സി ദിവാകരൻ സാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇത് കൂട്ടി, പാലിന്റെ വില കൂട്ടി. പാലിന്റെ വില കൂട്ടിക്കഴിഞ്ഞപ്പോ ഒരു കൂട്ടിയ വില നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച ഡെയിലി 5 ലിറ്റർ പാലളക്കുന്നതിന് 7 ദിവസം 35 രൂപ കൂടുതൽ കിട്ടും. പാലിന്റെ വില കൂട്ടിയപ്പോ കഷ്ടമായിരുന്നു. അപ്പൊ എന്ത് ചോദിച്ചാൽ കാലിത്തീറ്റക്കാരപ്പോ 50 രൂപ കൂട്ടി. അപ്പൊ സത്യത്തിൽ കർഷകന് നഷ്ടമായി. പാലിന്റെ വില കൂട്ടുമ്പോ ഈ കാലിത്തീറ്റക്കാരെ അപ്പൊ കാലിത്തീറ്റയുടെ വില കൂട്ടും. അതുകൊണ്ട് ഈ പാലിന്റെ വില കൂട്ടുന്നതിന്റെ ഗുണം ക്ഷീരകർഷകർക്ക് പലപ്പോഴും ലഭിക്കാറില്ല. ഞാൻ വലിയ ബഹളം അസംബ്ലിയിൽ ഉണ്ടാക്കിയ ഒരാളാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പാലിന്റെ വില കൂട്ടുമ്പോൾ അതിനെ എതിർക്കാത്ത കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷം ഞങ്ങളുടേതാണ്. ഞാൻ സമ്മതിക്കുന്നു എതിർക്കാൻ. മാത്രമല്ല മിൽമയിലേക്ക് ഒരു സമരം നടത്തിയിട്ടുണ്ട്, വില കൂട്ടണമെന്നും പറഞ്ഞു. ഈ പ്രാവശ്യം കൂട്ടിയപ്പോഴല്ല, ഇപ്പൊ കൂട്ടിയതിന്റെ കേട് എന്റെ തലയിലായിരിക്കണം. നമ്മൾ വന്നതിന് ശേഷം കൂട്ടിയാന്നിരിക്കും. ഈ മണിയാശാലൊക്കെ നേരത്തെ പോയി ഇതെല്ലാം ശരിയാക്കി എല്ലാം ഓർഡറൊക്കെ ഇറക്കിയിട്ട് ഇപ്പൊ അതങ്ങ് പ്രഖ്യാപിച്ചത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? എന്നാലും ഞാൻ അതിന് എതിർത്തില്ല. മന്ത്രി പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് വലിയ കൂട്ടിയാൽ വലിയ എതിർപ്പ് ആളുകളിൽ നിന്ന് വരും. അപ്പൊ എപ്പോഴും കൂട്ടാതെ ആവശ്യമുള്ള സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ കൂട്ടുമ്പോൾ വില വർദ്ധിക്കുമ്പോൾ ഇതിന് കൂടുതലും ഞാൻ എതിരല്ല. കാരണം സാധാരണ രാഷ്ട്രീയക്കാർ ഇതിൽ കൂട്ടുന്നതിന് എതിർക്കും. കാരണം ഇത് 98% ആളുകൾ ഇത് കൺസ്യൂം ചെയ്യുന്നവരാണ്. അവർക്കാണ് വില. സാധാരണക്കാർക്കൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ആ അധ്വാനമാണ്, ക്ഷീരകർഷകരുടെ അധ്വാനമാണ്. അത് ആലോചിക്കുമ്പോൾ കുപ്പിവെള്ളത്തിന് എത്ര കാശ് വേണമെങ്കിലും മേടിച്ച് കുടിക്കാം. പാൽ മേടിക്കുമ്പോൾ ഇവർക്കൊരു ഇതുണ്ട്. അത് നമുക്ക് മാറ്റണം. അത് നമുക്ക് മാറ്റിയിട്ട് അവരെ കൂടി നമുക്കൊരു വലിയ അംഗീകരിക്കണം. അവർക്ക് ഏതെല്ലാം തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കണം. ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറയല്ല, നല്ല കാര്യമാണ്. വിരലൊക്കെ നന്നായിട്ട് നെയിൽ പോളിഷ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടുള്ള വിരലുകളൊക്കെ കാണുമ്പോൾ നല്ലതാണ്, അല്ലേ? പക്ഷെ ക്ഷീര കർഷകരുടെ സ്ത്രീകളുടെ വിരലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഴിനകം കുത്തിയ വിരലുകളാണ്. കുഴിനകം കുത്തിയ വിരലുകളാണ് അവരുടെ വിരലുകൾ. ശ്രദ്ധിക്കണം. സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ UN-ന്റെ ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. സ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം.
ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെന്റ്, നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടമുണ്ടായിരുന്ന ആളാണ്. ഈ വകുപ്പ് ഞാൻ പിന്നെ ബിന്ദു ആയതുകൊണ്ട് നന്നായി നടത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ബിന്ദുവിന് കൊടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ? 70 ലക്ഷം ലിറ്ററാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാകുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് ചെയ്യണം. 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപാദനം കേരളത്തിൽ വർദ്ധിപ്പിക്കാം. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്ക് വരികയാണ്. ഇതൊന്നും പുറത്തേക്ക് അയച്ചേക്കണ്ട, വേറെ പുറത്തേക്ക് കൊണ്ട് വാല്യൂ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിന്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തത്, ഫുൾ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ പാലിന്റെ ഈ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും, അല്ലെ, തൊഴിലാളികൾക്കും കിട്ടും. നമ്മുടെ സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500ഓളം സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക്, കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ, അല്ലെ, നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നിട്ടും എനിക്ക് തോന്നുന്നത് സൊസൈറ്റികളുടെ കീഴിൽ ഒരു 50% താഴെ ഉണ്ടാവുള്ളൂ ക്ഷീര കർഷകർ. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിൻ്റെ അകത്തൊക്കെ ഒരു വല്ലാത്ത രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്ക് നമ്മൾ നല്ല ബാക്കപ്പ് തരാം, നല്ല പിന്തുണ തരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും, വലിയ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ, 1 കോടി ലിറ്റർ പാല് കേരളത്തിൽ 3 വർഷം കൊണ്ട് ഉത്പാദിപ്പിക്കും. എന്നിട്ട് 3 കൊല്ലം കഴിയുമ്പോൾ നോക്കിയാൽ പോരാ, ഞാൻ ഇനി എല്ലാ 6 മാസം കൂടുമ്പോഴും ചെക്ക് ചെയ്യും പാലിന്റെ ഉത്പാദനം കൂടിയിട്ടുണ്ടോ ഇല്ലെന്ന്, പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ചെയ്യും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ, നാമമാത്ര കർഷകരായ, ഏറ്റവും പാവപ്പെട്ടവരായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അഭിമാനത്തോടു കൂടി ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടു കൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാകണം. പിന്നെ പാലിന്റെ ക്വാളിറ്റി ഒരു കാരണവശാലും ഇത് കോംപ്രമൈസ് ചെയ്യാം. പാലിന്റെ കുഞ്ഞുങ്ങളാണ് കൂടുതൽ പാല് കുടിക്കുന്നത്, അല്ലെ, കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ പാല് കുടിക്കുന്നത്. ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ ആ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം അപ്പൊ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു, നല്ലതാണ്, പക്ഷെ അത് കുറെ കൂടി ഇംപ്രൂവ് ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം അവൈൽ ചെയ്തു. ഇത് അളക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളത് റാൻഡം ആയിട്ടുള്ള ചെക്കിങ് നടത്തി. ഇതിൽ മായം ചേർത്താൽ, പാലിൽ മായം ചേർത്താൽ അത് പിടിക്കപ്പെടും എന്നുള്ളൊരു ഭയം ഈ രംഗത്തുണ്ടാകണം. ഒരു തരത്തിലും മായം ചേർക്കാൻ അനുവദിക്കാതെ നല്ല ശുദ്ധമായ പശുവിൻ പാൽ ആളുകൾക്ക് കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു ക്വാളിറ്റി നമുക്ക് പറയണം. കേരളത്തിലാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പശുവിൻ പാൽ ഉള്ളത് എന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റും. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഈ മേഖലയിൽ എത്താൻ പറ്റും. അതുകൊണ്ട് ഇനി മുതൽ ഈ വകുപ്പിന് വലിയ മുൻഗണന ഉണ്ടാകും, വലിയ പ്രാധാന്യം ഉണ്ടാകും. വളരെ ശ്രദ്ധയോടുകൂടി ഉൾപ്പെടെ ഇത് വീക്ഷിക്കും. അത് നല്ല ഉദ്യോഗസ്ഥരുടെ ഒരു ടീം ഉണ്ടാവും. അവരെല്ലാവരും ചേർന്നുകൊണ്ട് അവർക്കെല്ലാം എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ കാലിത്തീറ്റയുടെ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഗവൺമെന്റ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. തോന്നിയതുപോലെ ആളുകൾക്ക് കാലിത്തീറ്റ കൂട്ടാതെ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ കൂടി അതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടാകണം. തോന്നുമ്പോ കാലിത്തീറ്റ കൂട്ടി ഈ ക്ഷീര കർഷകരെ ദ്രോഹിക്കാൻ പറ്റില്ല. പാലിന് വില കൂട്ടിയ അപ്പോഴാണ് ഇത് കൂട്ടാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, പാലിന് വില കൂട്ടിയ ആദ്യത്തെ 2 ആഴ്ച ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ഇത് കാലിത്തീറ്റയ്ക്ക് വില കൊടുക്കും. അതിന് കിട്ടുന്നതിന്റെ ആ ലാഭം പോയില്ലേ, അല്ലെ? അല്ലെങ്കിൽ ഒരു വിഷമമുള്ളത് കൊണ്ടല്ലേ നമ്മളത് കൊടുക്കുന്നത്, അത് കൊടുക്കണം. പിന്നെ ഈ കാലിത്തീറ്റ ഈ പുല്ലിന്റെ കൃഷി കുറെ കൂടെ വ്യാപകമാക്കി, കുറെ കൂടി ഈ കാലിത്തീറ്റയെ കൂടുതൽ ആശ്രയിക്കാതെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ലോക്കൽ ബോഡികളെ കോർഡിനേറ്റ് ചെയ്യണം. സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി എല്ലാം ഒരു കമ്പോണന്റ് ആയിട്ട് ലോക്കൽ ബോഡികളെ വെക്കാൻ പറയണം. ജില്ലാ പഞ്ചായത്തിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ, ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാം പദ്ധതികളിൽ ഒരു കമ്പോണന്റ്, വലിയ എമൗണ്ട് ഒന്നും നമ്മൾ ചോദിക്കണ്ട, ഒരു കമ്പോണന്റ് കാലിത്തീറ്റ സബ്സിഡിക്കായിട്ട് വെക്കാൻ പറ്റണം. നമുക്ക് കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുമ്പോൾ അവന്മാർ കൂട്ടരുത്, വീണ്ടും ഇവര് കൂട്ടരുത്. നമ്മൾ സബ്സിഡി കൊടുക്കുമ്പോൾ അവർ കൂട്ടരുത്. ആ സബ്സിഡിയുടെ പ്രയോജനം ക്ഷീര കർഷകർക്ക് കിട്ടുന്ന തരത്തിൽ എന്തായാലും
അതിന്റെ ലീഗലായിട്ടുള്ള വഴികളൊക്കെ നമുക്ക് ആലോചിക്കാം. ഈ മാർക്കറ്റ് വിലയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവും. നമുക്കൊരു സമഗ്രമായ ഒരു ക്ഷീര വികസന പദ്ധതി വലിയ ടാർഗറ്റോടുകൂടി ഈ പറഞ്ഞതുപോലെ 1 കോടി ലിറ്റർ മനസ്സിലെല്ലാവരും വേണം. മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിലെ ടാർഗറ്റ് അതായിരിക്കണം. അതിന് ഏതെല്ലാം തരത്തിൽ അവരെ ക്ഷീര കർഷകരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതിന്റെ കൂടെ സർക്കാരുണ്ട് എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ലോക ക്ഷീര ദിനം അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.